തൃശൂർ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ശുചീകരണ വാരാചരണം സംഘടിപ്പിച്ചു. പ്രവൃത്തിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. വാരാചരണം സംഘടിപ്പിച്ചത് മാലിന്യമുക്ത പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി. വയനാട് ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി മലപ്പുറം മജ്ലിസ് സ്ഥാപനങ്ങൾ 10 വീടുകൾ നിർമ്മിച്ചു നൽകുകയും കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുകയും ചെയ്യും. പ്രദേശത്ത് കുടിവെള്ളം, മറ്റു സൗകര്യങ്ങൾ എന്നിവ നടപ്പാക്കുന്നതിനും മജ്ലിസ് വിദ്യാഭ്യാസ സമുച്ചയം സന്നദ്ധമാണ്. ദുരന്തമുഖത്തേക്ക് ആവശ്യ സാധനങ്ങളും മജ്ലിസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകി. ആലപ്പുഴ പുറക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ അന്ധതാ നിവാരണ സമിതി, സഞ്ചരിക്കുന്ന നേത്രവിഭാഗം എന്നിവയുടെ സഹകരണത്തോടെ. പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രമേഹ രോഗ സാധ്യത കൂടുതലുള്ളവർക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്നും സംഘാടകർ. ആലപ്പുഴ അമ്പലപ്പുഴയിൽ കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള പുന്നപ്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബ് പ്രവർത്തനം ആരംഭിച്ചു. ലാബ് ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. ലാബ് നിർമ്മാണ തുക കണ്ടെത്തിയത് MLAയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന്. സഭാതർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ ഏറ്റെടുക്കുന്നതിൽ കൂടുതൽ നടപടികളിലേക്ക് കടന്നാൽ രക്തച്ചൊരിച്ചിലുണ്ടാവുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ഉത്തരവ് നടപ്പാക്കാത്തതിൽ സർക്കാരിനെതിരെ കോടതിയലക്ഷ്യം ചുമത്തുന്നതിനെ സംബന്ധിച്ച് പ്രാഥമിക വാദം നടന്നു. കേസിൽ സുപ്രീം കോടതി അഭിഭാഷകൻ ഹാജരാവുമെന്ന് യാക്കോബായ വിഭാഗം അറിയിച്ചതിനെ തുടർന്ന് കേസ് കോടതി അടുത്താഴ്ച പരിഗണിക്കും. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാനായി ഭിന്നശേഷി ക്ഷേമ സംഘടന ധനസഹായമായി നൽകിയത് 25,000 രൂപ. ചെക്ക് കൈമാറിയത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ സംഭാവന 1 ലക്ഷം രൂപ കൈമാറിയത് തൃശൂർ ജില്ലയിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ ക്ലബ്ബ്. വയനാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അഞ്ചൽ തടിക്കാട് JMJ സ്കൂൾ പ്രാർത്ഥനയും മൗനറാലിയും സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച മൗനറാലി തടിക്കാട് ചന്തമുക്ക് പുളിമുക്ക് വഴി സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് ബൈക്ക് KSRTC സ്വിഫ്റ്റ് ലോ ഫ്ലോറിലിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഏലിയാവൂർ വേങ്കോട്ടുകാവ് സ്വദേശി ഗീത. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.